ഞാൻ ശ്വാസം മുട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ ബാഗിൽ എൻ്റെ മരുന്നാണ് കംപ്ലീറ്റും. അയാൾ ഇരട്ടച്ചങ്ങനാണ്, ഊരി പിടിച്ച വാളിന്റെ മുന്നിൽ കൂടെ നടന്നു. എന്താ ഈ ഇരിക്കുന്ന സ്ത്രീകളെ ഈ വാളില്ലാത്തതുകൊണ്ടാണ് ഞാൻ അയാളോട് അയാളെ വെല്ലുവിളിക്കുക. ഞാൻ അയാൾക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ, ഇരട്ടച്ചങ്ങെന്ന് പറയുന്ന അയാൾക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ അയാൾ ഇവിടെ വരട്ടെ. അയാൾ ആരെ പ്രൊട്ടക്ട് ചെയ്യാൻ നടക്കുന്നേ? കേന്ദ്രമന്ത്രി ചർച്ച ചെയ്തെന്താ? മോള കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവിടെ നിന്ന് പട്ടിണി കിടന്നു ചത്തോട്ടേന്നോ? ഞങ്ങളെ കോമാളിയാക്കുന്ന രീതിയിലാണ് അവരുടെ ഓരോ പ്രവർത്തനങ്ങൾ. നോമ്പ് കാലമാണ്, ഞങ്ങളൊക്കെ നോമ്പ് പിടിച്ചിട്ട് നിൽക്കുന്നതാണ്. ഈ 38 ദിവസം കൊണ്ട് ഇവർ പറഞ്ഞ രീതിക്ക് ഞങ്ങൾ സ്ത്രീകളാണ്, ഒരു പരിധി വരെ നമുക്ക് ശ്രമിക്കാൻ പറ്റുള്ളൂ. ഇനി ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും ചിലപ്പോൾ അറ്റാക്ക് വരും, ചിലപ്പോൾ സംഭവിച്ചു എന്ന് വരാം. അതുകൊണ്ട് ഞങ്ങൾ ഇനി പ്രതീക്ഷിക്കണില്ല. 232 രൂപയ്ക്ക് ഇവരെ പോലുള്ളവർക്ക് ഒരു മുട്ടായി വാങ്ങിക്കാനുണ്ടാ? നമസ്കാരം. ആശമാരുടെ സമരം 38ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ NHM ഡയറക്ടറേറ്റ് പ്രശ്നപരിഹാരത്തിനായി അവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. പക്ഷേ ആ ചർച്ചയും ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നാണ് അറിവ്. ചേച്ചി ചർച്ച ഇതുവരെ തീരുമാനമായിട്ടില്ല, ചർച്ചയ്ക്ക് ഒരു പരിഹാരമായിട്ടില്ലെന്നാണ് അറിഞ്ഞത്. എന്താണ് ഇനിയും പ്രതീക്ഷ? ഇനി പ്രതീക്ഷ വെച്ചാൽ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോവുക. അത് തന്നെയാണ് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത്. അവർ ഈ പ്രദർശനം പോലെ ഈ പുട്ടിനെ പീര കണക്കെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് എന്തിനീ പ്രദർശനം കാണിക്കുന്നത്? അവരിന്നി വിളിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യത്തിന് എന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ഞങ്ങളെ ഇങ്ങനെ ഈ നാണം കെടുത്താൻ വിളിക്കണ്ട. അവരുടെ അടിമകളല്ല ഇവിടെ ഇരിക്കുന്ന ആശമാരും ഇതിനോട് സംഘടനയോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരും. സമരം ഇപ്പോൾ 38ാം ദിവസത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരു ചർച്ചയ്ക്ക് വിളിച്ചത് ഇതിലൊരു തീരുമാനമായില്ലെങ്കിൽ ഇനിയും നീണ്ടുപോകുന്നതാണ്. നീണ്ടുപോകും. ഞങ്ങൾ എത്ര നാൾ നീണ്ടുപോകുന്നു അത്രയും നാൾ ഞങ്ങളിവിടെ കാണും. അവരുടെ കുറച്ച് ഫേസ്ബുക്ക് വഴി കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ഇത് ഇലക്ഷൻ വരെ കാണുന്നു. ഇലക്ഷൻ വരെയല്ല, ഏത് മന്ത്രിസഭ ഇവിടെ കേരളത്തിൽ വന്നാലും ഞങ്ങളുടെ അവകാശങ്ങൾ നേടാതെ ഞങ്ങൾ അവശേഷിക്കുന്ന ഒരു ജീവനുള്ള രാശി ഈ മണ്ണ് വിട്ട് പോവില്ല എന്നത് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്ന തീരുമാനമാണ്. ഇന്നലെ മഴയത്ത് ഇവിടെ വരെ വെള്ളം കയറാൻ നേരത്ത് ഈ നനഞ്ഞൊലിഞ്ഞ് ഈ തറയിലാണ് ഈ സ്ത്രീകൾ കിടന്നുറങ്ങിയത്. ഇവിടെ ഇതിലെ പോകുന്ന പട്ടികൾ വരെ തിരിഞ്ഞു നോക്കുന്നുണ്ട് ഞങ്ങളെ. ഇന്നലെ മുഖ്യമന്ത്രി അതിലേ പോകുന്നു. ഈ സ്ത്രീപക്ഷം പറയുന്ന ആളാണല്ലോ, എന്തുകൊണ്ട് ഇവിടെ വന്നില്ല? ഇതിലെ പോകുന്ന പട്ടികൾ ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അയാൾ അതിലേ പോണ്. എന്തിനു പോണ്? ഞങ്ങൾ ആര് പേടിക്കാനാണ് അയാൾ പോകുന്നത്? അയാൾ ഇരട്ടച്ചങ്ങനാണ്, ഊരി പിടിച്ച വാളിന്റെ മുന്നിൽ കൂടെ നടന്നു. എന്താ ഈ ഇരിക്കുന്ന സ്ത്രീകളെ ഈ വാളില്ലാത്തതുകൊണ്ടാണ് ഞാൻ അയാളെ വെല്ലുവിളിക്കുക. ഞാൻ അയാൾക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ, ഇരട്ടച്ചങ്ങെന്ന് പറയുന്ന അയാൾക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ അയാൾ ഇവിടെ വരട്ടെ. അയാൾ ആരെ പ്രൊട്ടക്ട് ചെയ്യാൻ നടക്കുന്നേ? കേന്ദ്രമന്ത്രി ചർച്ച ചെയ്തെന്താ? മോള കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവിടെ നിന്ന് പട്ടിണി കിടന്നു ചത്തോട്ടേന്നോ? ഞങ്ങളെ കോമാളിയാക്കുന്ന രീതിയിലാണ് അവരുടെ ഓരോ പ്രവർത്തനങ്ങൾ. ഞങ്ങൾ ഈ 38 ദിവസം കൊണ്ട് ആവശ്യപ്പെടുന്നത് ഈ 3 കാര്യങ്ങളാണ്. 21,000 രൂപ ഓണറേറിയവും, പിന്നെ ഒരു വിരമിക്കൽ 5 ലക്ഷം രൂപയും പെൻഷനും. അത് അവർക്ക് എന്താ തരാൻ വയ്യാത്തത്? പാടെ തള്ളിക്കളയുന്ന ഒരു നിലപാടാണ്. പാടെ തള്ളിക്കളയുന്ന സ്ത്രീ ആളായതുകൊണ്ടാണോ എന്തോ അറിയാൻ വയ്യ. എന്തായിരുന്നാലും ഞങ്ങളിത് നേടിയിട്ടേ പോവുള്ളൂ. ഇവിടെ മരിക്കേണ്ടി വന്നിരുന്നാലും ശരി തന്നെ ഞങ്ങൾ നേടിയിട്ടേ പോവുള്ളൂ. ഞങ്ങളെ ഓരോ ദിവസം ചെല്ലും ഞങ്ങളിങ്ങനെ കോമാളിയാക്കിക്കൊണ്ടിരിക്കുന്നതിനോട് ഞങ്ങൾ കടുത്ത പ്രതിഷേധമുണ്ട്. എന്താണ് ഇനി പ്രതീക്ഷ? സമരം ഇപ്പോൾ സർക്കാർ വിളിച്ചതിലുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇതുപോലെ വിഷമിപ്പിക്കാനാണെങ്കിൽ നല്ലതല്ലെന്നാണ് നമ്മുടെ വിഷമം. എന്തായാലും നമ്മുടെ ആനുകൂല്യങ്ങൾ നേടിക്കൊണ്ടേ നമ്മളിവിടെ നിന്ന് പോവുള്ളൂ. നാളെ മുതൽ നിരാഹാര സത്യാഗ്രഹത്തിലോട്ട് പോവുക തന്നെ ചെയ്യും. എത്ര ദിവസമായി സമരത്തിൽ പങ്കെടുക്കുന്നത്? ഇന്ന് 38 ദിവസം കൊണ്ടുണ്ട്. അതിൽ 4 ദിവസമേ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുള്ളൂ. അതും ഞങ്ങളുടെ അവിടെ പാലിറ്റീവിൻ്റെ പ്രശ്നമായിട്ട് ഒരു പേഷ്യൻ്റ് മരുന്ന് വാങ്ങാൻ ആളില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ പോയതാണ്. ഇന്നലെ പോയത് വേറൊരു പേഷ്യൻ്റ് സുഖമില്ലാതെ കിടക്കണം, അവർക്ക് ഡൈപ്പറിൻ്റെയൊക്കെ ആവശ്യമുണ്ട്, വന്ന് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചത് കൊണ്ട് ഇന്ന് രാവിലെ ആ വീട്ടിൽ പേഷ്യൻ്റ് പോയി കണ്ടിട്ടാണ് തിരിച്ചു വന്നത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ ഞാൻ വീട്ടിൽ പോകണുള്ളൂ. ഇനി തുടരുന്നത് തന്നെയാണ്. തുടരും. നോമ്പ് കാലമാണ്, ഞങ്ങളൊക്കെ നോമ്പ് പിടിച്ചിട്ട് നിൽക്കുന്നതാണ്. പക്ഷേ ഇനിയെങ്കിലും ഗവൺമെൻറ് ഒരു അനുകൂലമായ സാഹചര്യം തരണമെന്നാണ് പറയുന്നത്. വീട്ടിൽ പിള്ളേരൊക്കെ 4 മണിക്കുള്ള അത്താഴം കഴിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടിലാണ്. നോമ്പ് കാലമായതുകൊണ്ട് അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാരും കൂടി ഇടപെടേണ്ട ഒരു വിഷയമാണല്ലോ. സംസ്ഥാന സർക്കാരിനെതിരെ മാത്രമായിട്ടുള്ള ഒരു സമരത്തിലേക്ക് ഇത് പോകുന്നു. നമുക്ക് ഓണറേറിയം തരുന്നത് സംസ്ഥാനമാണ്. അപ്പോൾ നമുക്ക് സംസ്ഥാനത്തിൻ്റെ ചോദിക്കാൻ പറ്റും. നമ്മൾ ജോലി ചെയ്യുന്നത് സംസ്ഥാനത്തിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് സംസ്ഥാനത്തിൻ്റെ ചോദിക്കാനേ പറ്റുള്ളൂ. ഇൻസെൻറ്റീവിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കേന്ദ്രത്തിൽ അത് ബാക്കിയുള്ള യൂണിയൻ നമ്മുടെ നേതാക്കന്മാർ സംസാരിച്ചോളും. പക്ഷേ നമ്മൾ ജോലി ചെയ്യുന്നതും കഷ്ടപ്പെടുന്നതും മൊത്തം സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് സംസ്ഥാനത്തിൻ്റെ ചോദിക്കാനേ പറ്റുള്ളൂ. ഈ 38 ദിവസം കൊണ്ട് ഇവർ പറഞ്ഞ രീതിക്ക് ഞങ്ങൾ സ്ത്രീകളാണ്, ഒരു പരിധി വരെ നമുക്ക് ശ്രമിക്കാൻ പറ്റുള്ളൂ. നമുക്ക് അവര് ദൂർത്തേടിയുടെ ഇതാണ് സാമ്പത്തിക പ്രതി. ഞങ്ങൾക്ക് തളർന്നുപോയതല്ല. ഞങ്ങൾക്ക് ഇവിടെ സമരം തുടങ്ങിയ ശേഷമാണ് കഴിഞ്ഞ ജനുവരി മാസത്തിലെ ഓണററി ഇൻസെൻറ്റീവ് ഒക്കെ അതാത് സമയത്തിന് തന്നത്. അതൊരു കുടിശ്ശികയിട്ടാണ് തന്നത്. ഫെബ്രുവരിയിൽ ഞങ്ങൾക്ക് ഇല്ല. അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടും വേവലതി വിഷമവും ഞങ്ങൾക്കുണ്ട്.
അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചില്ലേ ഞങ്ങളിവിടെ പോകുമ്പോൾ ഞങ്ങൾ ജോലിക്കും കയറുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങളവർ മാറ്റും. എന്തോന്ന് വെച്ചാൽ ചെയ്തു അത്ര. കാരണം 232 രൂപയ്ക്ക് ഇവരെ പോലുള്ളവർക്ക് ഒരു മുട്ടായി വാങ്ങിക്കാനുണ്ടോ? ഞാൻ ശ്വാസം മുട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ ബാഗിൽ എൻ്റെ മരുന്നാണ് കംപ്ലീറ്റും. ഈ കുന്നും കയറി ഇറങ്ങുന്നത് നിങ്ങളേറെ ഉപയോഗിച്ചിട്ടാണ് കുന്നും കയറി ഇറങ്ങി റിപ്പോർട്ട് കൊടുക്കുന്നത്. എന്താണ് ഞങ്ങൾക്ക് മാസം 7,000 കിട്ടുമല്ലോ. അത് ഈ മാസവും ഇല്ല, ഞങ്ങൾക്ക് 25 പേർക്കും ഇല്ല. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടില്ല ഞങ്ങൾക്ക്. അപ്പോൾ ഇവരെന്തോന്നാണ് കാണിക്കുന്നത്? 25 പേർ LCDC വർക്കിൻ്റെ നോക്കിയിട്ട് ഞങ്ങൾക്ക് പൈസ അയക്കാന്ന്. ഈ കാണുന്ന ഈ 26,000 സംതിങ് ആശമാർക്കും ഫെബ്രുവരിയിലെ ഓണറേലും വന്ന് വട്ടക്കാൽ FHSലെ 25 പേർക്ക് ഇല്ല. ഞങ്ങളെ അന്വേഷിച്ചപ്പം പറയുന്നത് ഞങ്ങൾക്ക് LCDCയുടെ വർക്ക് ഇത്രയും പേർക്കും കൊടുത്തത് LCDCയുടെ വർക്ക് നോക്കിയിട്ടാണ് ഓണറേലും കൊടുത്തത്. അപ്പോൾ അവരെന്തോന്നും ഞങ്ങളുടെ കാണിക്കണത്? അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും തീരുമാനം അറിഞ്ഞേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ 25 ഇവിടെ കിടന്ന് ചാവും. രാവിലത്തെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ മോനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം നമ്മളൊക്കെ സ്കൂളുകൾ പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് കാത്തിരിക്കൂലേ? ആ 10ാം ക്ലാസ് പരീക്ഷ എഴുതി നമ്മൾ റിസൾട്ട് കാണുമ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അതിനെക്കാട്ടിലും ടെൻഷനിലും പ്രതീക്ഷയിലുമാണ് ഞങ്ങളിരുന്നത്. ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ ഇവിടെ നിന്നെങ്കിലും പറഞ്ഞു വിടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇത്രയും വരുന്നത്. അപ്പോൾ അത് കളിയാക്കൽ പോലെ ആയിപ്പോയി. ഞങ്ങളെ അങ്ങ് തീരെ അവർ പറഞ്ഞ ആക്ഷേപ വാക്കുകൾക്ക് അപ്പുറമായിപ്പോയി ഇന്നത്തെ ഈ കളിയാക്കൽ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് മന്ത്രി വിളിക്കുന്ന ചർച്ചയിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇനി പ്രതീക്ഷിച്ചിട്ട് ഇതുപോലെ കണ്ണീരൊഴുക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. അതുകൊണ്ട് ഇനി ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും ചിലപ്പോൾ അറ്റാക്ക് വരും, ചിലപ്പോൾ സംഭവിച്ചു എന്ന് വരാം. അതുകൊണ്ട് ഞങ്ങളിനി പ്രതീക്ഷിക്കണില്ല. നാളെ മുതൽ ഇപ്പോൾ നിരാഹാര സമരത്തിലേക്ക് കടക്കുക. തീർച്ചയായിട്ടും കാരണം മരിക്കേണ്ടി വന്നാലും ഞങ്ങൾക്ക് ഇനി അങ്ങനെ അല്ലാതെ പോകാൻ പറ്റൂല. ഈ പൈസയിൽ ജോലി ചെയ്തിട്ട് കണ്ട ജീവിതങ്ങൾ കേട്ടത്, ഇനി അങ്ങനെ പറ്റൂല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് കിട്ടിയേ പറ്റുള്ളൂ. ഇത് വെറുതെ ഞങ്ങൾ മത്സരിക്കാനോ ആരെങ്കിലും തോൽപ്പിക്കാനോ ഒന്നും വന്നതല്ല. ഈ മുദ്രാവാക്യം പറയും പോലെ ജീവിത സമരമാണ്. ജീവിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ജീവിക്കാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കാം. അതാണ് ഞങ്ങളുടെ തീരുമാനം. NHM ഡയറക്ടറുമായി ആശാപ്രവർത്തകർ നടത്തിയ ചർച്ചയും പരാജയമായതോടെ ആശാപ്രവർത്തകരെല്ലാം വലിയ പ്രതിഷേധത്തിലാണ്. 3 മണിക്ക് നിയമസഭാ മന്ദിരത്തിൽ മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ആശാപ്രവർത്തകരെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. പക്ഷേ മന്ത്രിയുമായിട്ടുള്ള ചർച്ചയിലും തങ്ങൾക്ക് പ്രതീക്ഷയില്ലെന്നാണ് ആശാപ്രവർത്തകർ പറയുന്നത്.